ഈശോമിശിക്ക് ശരിയായിരിക്കട്ടെ. നിനക്ക് ക്ഷീണമൊന്നുമില്ല, പഴയതുപോലെ തന്നെ. മക്കളെ കൂടെ കൊണ്ടുവരാറുന്നില്ലേ? അവര് വെക്കേഷന് ഇച്ചായി വന്നിങ്ങ് കൊണ്ടുവന്നു. ഡോക്ടർ ചേട്ടന്റെ മുഖത്ത് ഇപ്പഴാണ് തെളിച്ച് വീണത്. മേബിൾ, യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? നീ വെറുതെ വാച പഠിച്ചു നിൽക്കാതെ അയ്യോടാ എന്നാ അനുസരണ. വേണ്ട കുഞ്ഞെ, ഞാൻ വേണ്ട, അവളൊന്ന് എടുത്ത് പഠിക്കട്ടെ. കൊണ്ടുപോടി. നടക്കുമ്പോ ആദ്യം കുറച്ചു ദിവസമൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പോ അതങ്ങ് ശീലമായി പോയി. എല്ലാം ഫേറ്റ് എന്നല്ലാതെ എന്താ പറയാ. ഞാൻ അപ്പനോട് സൂചിപ്പിച്ച കാര്യത്തിന് ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം. എന്നാ ചേച്ചമ്മ? നിന്റെ കല്യാണക്കാര്യം തന്നെയാണ്. ഓ, അതിപ്പോ തീരുമാനിക്കാൻ എന്നാ, ഉടനെ അങ്ങ് നടത്തുക തന്നെ. അതെ, എന്റെ കാര്യത്തിന് മുമ്പ് ആദ്യം ഈ കാന്താരിയുടെയും ടോണിയുടെയും കല്യാണം നടക്കട്ടെ. ജീവിതത്തിൽ ആദ്യമായി അവിടെ മുഖത്തൊരു ചമ്മലും നാണവും ഒക്കെ വന്നു. ഇവൻ ഈ പറയുന്നൊന്നും അപ്പം കാര്യമാക്കണ്ട. നടത്തുമ്പോ രണ്ടും കൂടെ ഒരുമിച്ച് നടത്തുന്നത് തന്നെയാ നല്ലത്. അതന്നെ. അല്ലെ റാണിമോള് കല്യാണം കഴിഞ്ഞ് പോയാ പിന്നെ 8ാം ക്ലാസ് തൊട്ട് എന്റെ മേരി കുഞ്ഞിനെ ട്യൂഷൻ എടുക്കാനെന്നും പറഞ്ഞ് ഇവൻ റബേക്ക ടീച്ചറെ വീണ്ടും വിളിച്ചു വരുത്തും. ആ അപ്പ അമ്മച്ചിയുടെ ഓർമ്മ ദിവസം എടുത്തു വരില്ലേ? ശരിയാ, അന്ന് തന്നെ നടന്നതാ അതിന്റെ ഒരു ഭംഗി. അങ്ങനെയാണെങ്കിൽ മനസ്സമ്മതം ഉടനെ നടത്തിയ ചരമനേന്ന് ചീട്ട് വാങ്ങി 3 കൂട്ടി വിളിച്ചു വലിയ അങ്ങ് നടത്താം. ആ, എങ്കിൽ ഉടനെ തന്നെ മനസ്സമ്മതത്തിന് തീയതി ഉറപ്പിക്കാം. ചേർന്ന് നിൽക്കൂ. ജോസഫ് എബ്രഹാം, ഈ നിൽക്കുന്ന റബേക്കയെ മറ്റുള്ളവരുടെ പ്രേരണയോ സമ്മർദ്ദമോ കൂടാതെ ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ ജീവിത പങ്കാളിയെ സ്വീകരിക്കുവാൻ സമ്മതമാണോ? അയ്യോ, പൂർണ്ണ സമ്മതമല്ലേ. അവന്റെ അവളുടെ മനസമ്മതമൊക്കെ നടന്നോട്ടെ, നമുക്ക് പരിപൂർണ സമ്മതമാ. ഇതുപോലെ നമ്മുടെ കൊച്ചമ്മണിയുടെ മനസമ്മതവും കഴിഞ്ഞതല്ലേ അല്ലേടാ ആൻഡ്രൂസേ? അതെ, അറിഞ്ഞുകൊണ്ട് ദൈവം തമ്പുരാൻ കൊണ്ടുവന്ന് തന്നിരിക്കുന്ന ഒരു അവസരമാണിത്. ഇതിലൊരു കളി നമുക്ക് കളിക്കണം. പിന്നീട് ഒരിക്കലും തേവക്കാട്ടുകാർക്ക് തലപൊക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒടുക്കത്തെ ഒരു കളി. എന്നെ കൊണ്ടാവുന്ന രീതി കേസെല്ലാം ഞാൻ ഒതുക്കിക്കോളാം. പക്ഷെ ഇനിയുള്ള കളികള് സൂക്ഷിച്ചായിരിക്കണം. അല്ല, അവരുടെ ഭാഗത്ത് നിന്ന് ഇനി കുഴപ്പമൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പുന്ന സ്ഥിതിക്ക് നമ്മളായിട്ടൊരു... എന്താ, തനിക്ക് പേടി തോന്നുന്നുണ്ടോ? ഏയ്, പേടിയുണ്ടായിട്ടൊന്നുമല്ല. തടി കൂടിയത് കൊണ്ട് പഴയതുപോലെ ഓടാൻ പറ്റില്ല, അതുകൊണ്ടാ. അവര് ഞങ്ങളെ ഒരു പുല്ലും ചെയ്യലിടോ. പക്ഷെ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് താൻ കണ്ടോ? അതോടെ സർവ്വ കണക്കും തീരും. പിന്നെ തേവക്കാട്ട് ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല. നാട് മുഴുവൻ അവര് കല്യാണം വിളിക്കട്ടെ. തേവക്കാട്ട് മുറ്റത്ത് കല്യാണപ്പന്തൽ ഉയരട്ടെ. കല്യാണ വീട് ആഹ്ലാദത്തിന്റെ ഉച്ചകോടി വരെ എത്തട്ടെ. പക്ഷേ എന്റെ കൊച്ചമ്മണിയെ ഈ അവസ്ഥയിലാക്കിയവന്മാരുടെ തറവാട്ടിന്ന് ഒരു വെങ്കൊച്ചും മിന്നുകെട്ടി കെട്ടിയവന്റെ കൈപിടിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങില്ല.